പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷദിനത്തെ സ്ഥിരസാക്ഷിയായി ഉയർത്തിയതിനോർത്ത അമ്മ മാതാവിനും ഈശോ അപ്പച്ചനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജിഷ ജോണി. എൻ്റെ മോള് അയോണാം. ഞാൻ വരുന്നത് കടുത്തുരുത്തി നിന്നാണ്. കൃപാസനത്തെ പറ്റി ആദ്യമായി അറിവില്ലായിരുന്നു. എനിക്കൊരു കൃപാസന പത്രം ലഭിച്ചത് മൂലമാണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നത്. 2021 നവംബറിലാണ് ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. എനിക്ക് 10 വർഷമായിട്ട് ജോലിയൊന്നും ഇല്ലായിരുന്നു, നേഴ്സായിരുന്നു ഞാൻ. അതിനുശേഷം ഞാൻ ഇസ്രായേലിന് പോകാനുള്ള പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഉടമ്പടി അതിനുശേഷം എനിക്ക് പുതുക്കാൻ സാധിച്ചില്ല. സെപ്റ്റംബറിൽ ഞാൻ ഉടമ്പടി പുതുക്കി ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഓൺലൈൻ വിസ വന്നു. എനിക്ക് ബോംബെക്ക് പോയി ക്ലാസ് കൊടുത്തതിൻ്റെ ഇടയിൽ ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ടായിരുന്നു. അവിടെ ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തടസ്സങ്ങളെല്ലാം മാറി. ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവിടെയും തടസ്സങ്ങളുണ്ടായിരുന്നു. എംബസി ഞാൻ ആര് ചവിട്ടാത്ത സ്ഥലത്ത് നേർച്ച വസ്തുവായ ഉപ്പിടുകയും ഉടമ്പടി കാശുരൂപം മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇൻ്റർവ്യൂ എനിക്ക് നന്നായി പാസ്സാവാൻ സാധിക്കുകയും ചെയ്തു. ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് ഇടയ്ക്കൊരു ചുമ വന്ന് എഴുന്നേറ്റ് പോയതിൻ്റെ ഫലമായിട്ട് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ എനിക്ക് ഓർത്തെടുക്കാനും അതിൻ്റെ ആൻസർ പറയുവാനും സാധിച്ചു. അതിനുശേഷം യാതൊരു തടസ്സങ്ങളും കൂടാതെ എനിക്ക് ടിക്കറ്റ് ലഭിക്കുകയും ഇസ്രായേലിന് പോകാനും അവിടെ പോയി നല്ല രീതിയിൽ ജോലി ചെയ്യുവാനും സാധിച്ചു. കഴിഞ്ഞ വർഷം 2024 ഞാൻ ലീവിന് വന്നപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ജോസഫച്ചനെ കാണുകയും അച്ഛൻ തലയ്ക്ക് കൈപിടിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ആ പ്രാവശ്യത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത് എനിക്കൊരു ഭവനം വേണമെന്നായിരുന്നു. അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറയുകയും ചെയ്തു, നിനക്ക് അടുത്ത പ്രാവശ്യം ലീവിന് വരുമ്പോൾ നിനക്കൊരു നല്ലൊരു ഭവനത്തിൽ താമസിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന്. അത് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഈ പ്രാവശ്യം ലീവിന് വന്നപ്പോൾ എനിക്ക് പുതിയൊരു ഭവനത്തിൽ കയറി താമസിക്കുവാൻ സഹായിച്ചു. മെയ് 7-ാം തീയതി ഭവനത്തിൻ്റെ പാലുകാച്ച നടക്കുവാനും അമ്മ മാതാവ് കാനായിലെ കല്യാണ വിരുന്ന് പോലെ ഏറ്റവും ഭംഗിയായി ആ പാലുകാച്ചൽ നടത്തി തരികയും ചെയ്തു. 2218 സ്ക്വയർ ഫീറ്റുള്ള അതിമനോഹരമായ ഒരു ഭവനം തന്ന് അനുഗ്രഹിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഈശോയും അപ്പച്ചനും കോടാനുകോടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് കൃപാസന പത്രം റോഡ് സൈഡുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും ഞാൻ വിതരണം ചെയ്തു. അരമണിക്കൂർ ബൈബിൾ വായിക്കുമായിരുന്നു. അവർ ഡെയിലി ബ്രെഡ് കൂടും, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുകയും ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. രോഗികളെ സഹായിക്കുമായിരുന്നു. ബൈബിൾ വായന അരമണിക്കൂർ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുമായിരുന്നു. കുടുംബ പ്രാർത്ഥനയും ചെല്ലുമായിരുന്നു. ദിവസവും 4 കൊന്ത ഒക്കെ ചൊല്ലി പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോ അപ്പച്ചനും കോടാനുകോടി നന്ദി പറയുന്നു. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവനെൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. ഉടമ്പടി ജീവിതത്തിൽ നാം ദൈവത്തോട് ഒട്ടി നിൽക്കുമ്പോൾ നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരുണയും സംരക്ഷണവും കരുതലുമാണ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറന്നു തരുന്ന ഒരു ദൈവമാണ്. നമ്മെ രക്ഷിക്കുന്ന, നമ്മെ ഉയർത്തുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, നമ്മെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് കൃപാസന അമ്മ. ആ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയും അമ്മയും കഴിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും ജിഷയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.